ചെയ്ത സിനിമകൾ പിന്നീട് അത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യമേ വേണ്ടെന്ന് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഉടനെ കൊണ്ടാണ് ഞാൻ എഴുത്തു പരിപാടികളിലേക്ക് ഇരിക്കുന്നു. താങ്കളുടെ അടുത്ത് നിന്ന് വലിയ ആക്ഷൻ സിനിമകൾ കണ്ട് വളർന്ന ഞങ്ങളൊക്കെ ലേലം 2 ഉണ്ടാകില്ല. ഇനിയിപ്പം എനിക്ക് ആദ്യ പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്ത ആരും എൻ്റെ രണ്ടാമത്തെ പടത്തിലില്ല, രണ്ടാമത്തെ പടത്തിൽ കാസ്റ്റ് ചെയ്ത ആരും ഈ പടത്തിലില്ല. ഇവിടുന്ന് അങ്ങോട്ട് അതിനൊരു മാറ്റം ഉണ്ടാകണം. സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ ഇപ്പോഴും ഇന്ന് രാവിലത്തെ സ്വഭാവമല്ലോ കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം തന്നെ. നേരത്തെ പറഞ്ഞ വെയിലാണോ എന്നോ മഴയാണോ എന്നോ അറിയില്ല. എന്താ ഭയം ഇരിക്കട്ടോ. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. നമ്മൾ കുറെ ആയി കണ്ടിട്ടല്ലേ? കാവലിന് ശേഷമാണ് കാണുന്നത് അല്ലെ? ഇപ്പോൾ ഒരു വെബ് സീരീസുമായിട്ട് ഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സബ്ജക്റ്റ് ഞാൻ സുരാജായിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പം വളരെ രസകരമായിട്ട് സുരാജനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ജീവിതം 5 ഭാര്യമാർ, ഇതാണല്ലോ നമ്മുടെ ടാഗ് ലൈൻ. നിങ്ങൾ 5 വൈഫ് എന്നുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അത്തരം ടാഗ് ലൈനിലേക്ക് പോയത്? ടാഗ് ലൈൻ ഇതിന്റെ ഇതിന്റെ ഈ പറയുന്നൊരു ഇതിന്റെ ആദ്യ ഒറിജിനൽ നെയിം മധുവിധു എന്നായിരുന്നു ഈ വെബ് സീരീസിന്റെ. പിന്നെ ഇത് ഈ പറയുന്ന പോലെ മലയാളത്തിൽ മാത്രമല്ല മറ്റ് 6 ഭാഷകളിലും കൂടി ഇത് ഡബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓഡിയനും കണക്ട് ചെയ്യുന്നൊരു ടൈറ്റിലേക്ക് വരികയും അങ്ങനെയാണ് നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്നാക്കുന്നു. അപ്പോൾ അതിനൊരു ടാഗ് ലൈൻ ചുമ്മാ ആലോചിച്ചപ്പോൾ അങ്ങനെ അങ്ങ് വന്നു എന്നുള്ളേ ഉള്ളൂ. അത്തരം ടാഗ് ലൈൻ വന്നു എന്നുള്ളൂ. അതെ, 5 ഭാര്യമാരുടെ ഒരു ജീവിത കഥ പറഞ്ഞു വന്നു. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ, ടീച്ചറിൽ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം നാട്ടിൽ നിന്ന് പോകണം, വലിയ കൂട്ടുകാരനായിട്ട് പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മളൊരു നാദസ്വരം നിർത്തിയേക്കുവാണ്. അവിടെ തന്നെ നമുക്കൊരു ഉള്ളു കിട്ടുന്നു 5 ഭാര്യമാരിലേക്കുള്ള ലൈഫ്. ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട്. അതങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്, പലയിടത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ പലയിടത്തും വെച്ച് കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിനെ എപ്പോഴേലൊക്കെ സഹായിച്ചിട്ടുണ്ടാകുന്നുള്ളതല്ലാതെ അങ്ങനെ ഇതൊരു ടോട്ടലി ഫിക്ഷൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു വില്ലേജിൽ നടക്കുന്ന, അല്ലെങ്കിൽ റൂറൽ ലിമിറ്റ്സ് നടക്കുന്ന ഒരു 6 ടെറൈനുകളിലായിട്ട് നടക്കുന്ന ഒരാളുടെ ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന സുരാജന് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു ലൈഫിലെ ഒരു 8 months, ഒരു 6 to 8 months എന്ന് പറയുന്ന ആ ട്രാവലാണ്. അതിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക, ഈ 6 എപ്പിസോഡിലും ത്രൂ ഔട്ട് ഉണ്ടാകുക സുരാജ് ചേട്ടനും പ്രശാന്തും ഷാജോൻ ചേട്ടനുമാണ്. 6 എപ്പിസോഡ് ഈ 6 നായികമാർ എന്ന് പറയുന്നത് അവരുടെ പേരിൽ തന്നെയാണ് ഓരോ എപ്പിസോഡും, നായികയുടെ പേരാണ് ഓരോ എപ്പിസോഡിനും പോകുന്നത്. അതെ. അപ്പൊ അങ്ങനെ പോകുന്നൊരു കഥയാണ്. ബാക്കി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവില്ല. ഞങ്ങളുടെ അഭിനയിച്ചു. അല്ല, ഞാൻ അതിന്റെ ഉള്ളടക്കത്തിന് വേണ്ടി മാത്രം ചോദിച്ചാണ്. നമ്മൾ രഞ്ജിപ്പണിക്കറിന്റെ മകളിൽ നിന്ന് മാസ് ഡയലോഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഡയലോഗുകൾ നമ്മളിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കണ്ട് ഞാൻ തീരുമാനിച്ചോളാം. തിരിച്ചുകൾ കൗണ്ടർ വരണ്ടെന്ന് ഓർത്താണ്. ഇവരെ തന്നെയാണ് സെലക്ട് ചെയ്തത്, തുടക്കം മുതൽ സെലക്ഷൻ ഇവർ തന്നെയാണ്. അതെ, അതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയി ആദ്യം ഫിക്സ് ചെയ്യുന്നത് സുരാജ് ചേട്ടനെയാണ്, പിന്നീടാണ് എല്ലാവരെയും ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ, ഇന്നിൻ്റെ കഥാപാത്രങ്ങൾ ഇവർ ചെയ്തത് നന്നാവും എന്ന് തോന്നി അപ്രോച്ച് ചെയ്ത എല്ലാവരും ഇതിൽ ഇന്നായിട്ടുണ്ട്. കനിയായാലും, ഗ്രേസ് ആയാലും, ആൽഫി ആയാലും, നിരഞ്ജനായാലും, ശ്വേതചേച്ചി ആയാലും, അമ്മു ആണെങ്കിലും ഒക്കെ എഴുതി ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഷൂട്ടിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് നമ്മൾ മനസ്സിൽ കണ്ട ആക്ടേഴ്സ് തന്നെയാണ് അതെല്ലാം കാസ്റ്റ്. സിനിമ ചെയ്യുന്നത് പോലെ അല്ല വെബ് സീരീസ് ചെയ്യുമ്പോൾ. ടൈം കൂടുതൽ വേണം, ദിവസങ്ങൾ കൂടുതൽ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത് എങ്ങനെയാണ് ഉൾക്കൊണ്ട് പോകുന്നത് ഡയറക്ടർ എന്ന നിലയിൽ? അങ്ങനെ ദിവസങ്ങൾ കൂടുതൽ വേണമെന്നോ ടൈം കൂടുതൽ വേണമെന്നോ. സിനിമ നമ്മൾ എങ്ങനെ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ദിവസങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഞാൻ ചെയ്ത സിനിമകളിൽ അത്രയും തന്നെ ദിവസവും അല്ലെ അതിൽ കുറവ് ദിവസമൊക്കെ എടുത്തിട്ടുള്ളത് ഷൂട്ട് ചെയ്യാൻ. ഇതിനകത്താകെയുള്ളൊരു വ്യത്യാസം, സിനിമയ്ക്കൊരു ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു 3-4 പോയിന്റുകളുണ്ട്. ഒരു ബിഗിനിങ്, ഒരു ഇൻ്റർവെൽ, ഒരു പോസ്റ്റ് ഇൻ്റർവെൽ, ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു 4 പോയിന്റാണ് ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്നത്. ശരിയോ തെറ്റാവാം. ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡിൻ്റെ എൻഡിലും അടുത്ത എപ്പിസോഡിലേക്ക് പോകാൻ പ്രേക്ഷകനെ അവനെ തോന്നിപ്പിക്കുന്ന
എന്തെങ്കിലും ഒരു സാധനം ഇട്ട് പോകണം. പിന്നെ ഓരോ എപ്പിസോഡിനും ഒരു ബിഗിനിങ് മിഡ് ആൻഡ് എൻഡ് ഉണ്ടാവണം. ഒരു കഥ പോലെ തോന്നണം ഒരു എപ്പിസോഡ്. കാരണം ഇത് അടുപ്പിച്ച് കാണണമെന്നില്ല എല്ലാവരും. ചിലപ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണാം. അങ്ങനെയാണെങ്കിൽ ഓരോ എപ്പിസോഡിനും അതിൻ്റെതായിട്ടുള്ളൊരു ഗ്രാഫ് വേണം, ഒരു ആർക്കും സ്ട്രക്ചറും ഒക്കെ വേണമെന്നുള്ളതേ ഉള്ളൂ. അതുള്ളൂ അതിൻ്റെ ഒരു ചേഞ്ചിങ്. എനിക്ക് അത്രേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് 2-2.25 മണിക്കൂറിനകത്ത് ഒരു സിനിമയുടെ കഥ ചുരുക്കണം. ഇതാകുമ്പോൾ നമുക്കൊരു 3-3.5 hours ഇച്ചിരൂടെ പരത്തി, ഇച്ചിരൂടെ ക്ലിയറായിട്ട്, ഇച്ചിരൂടെ ഡീറ്റെയിലിൽ പോയി പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതെ. ഇനി ആദ്യം തന്നെ വളരെയധികം സന്തോഷം, ഇന്ത്യയുടെ നെറുകയിലേക്ക് ഒരു സിനിമ എത്തിച്ച് മലയാളികൾക്ക് അഭിമാനമാക്കി തന്നതിന് ആദ്യം തന്നെ വലിയ താങ്ക്സ് കേട്ടോ. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ജീവിതമായിട്ടാണ് എനിക്ക് സിനിമയിൽ കണ്ടിരിക്കുന്നത്. ആ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? നിതിൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വിളിക്കാത്തത് കൊണ്ട് തന്നെ ഒരു മലയാളത്തിൽ നിന്നൊരു ഡയറക്ടറെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. മലയാളത്തിൽ കാരണം ഞാൻ കുറേ ഹിന്ദിയാണ് ചെയ്യുന്നത്. ഹിന്ദി എനിക്ക് നേരെ അറിയ പോലുമില്ല. പക്ഷെ എൻ്റെ കഥാപാത്രം ചിലപ്പോഴൊക്കെ സൗത്ത് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ആ ആക്സെന്റ് കുഴപ്പമില്ലാണ്ട് ഹിന്ദി പറയാം അങ്ങനെ. പക്ഷെ അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ ഭാഷ വശമില്ലെങ്കിൽ ഒരു നടീ നടൻ നമുക്ക് ആ വേണ്ട വിധത്തിൽ ഇംപ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് അപ്പോഴാണ്. ആ രീതിയിൽ മലയാളത്തിലാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മലയാളമാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഷ. മലയാളത്തിൽ നിന്നൊരു കഥ വരുമ്പോൾ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നെ പാകപ്പെടുത്തും ഒരു നടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു. കഥ പിന്നെ നറേറ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാലഘട്ടം, ചിലപ്പോൾ എൻ്റെ വല്യമ്മമാരോ അല്ലെങ്കിൽ അമ്മായിമാരൊക്കെ സംസാരിച്ച പോലെയുള്ള വാക്കുകൾ കോർത്തിണക്കി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ആളുകളുടെ ഭാഷ ചെറുതായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഓരോ വ്യക്തികളുടെയും മാറ്റം ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ നമ്മൾ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നമ്മുടെ പലതും മാറും ആ സമയത്ത്. അപ്പോൾ അത് എൻ്റെ എപ്പിസോഡ് അയച്ചു തരുമ്പോൾ എനിക്ക് അവർ സംസാരിക്കുന്ന ചില വാക്കുകളും അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് പൊതുവെ ഇപ്പം ചെയ്യാൻ കിട്ടുന്നതല്ല. അപ്പം അതുകൊണ്ടും എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ ഇഷ്ടം നമ്മൾ തന്നെ കോമഡി ചെയ്യണം എന്നില്ല, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള നമുക്ക് ഭാരമില്ലാണ്ട് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ പോകുന്ന സിനിമകളും കഥകളുടെയും ഭാഗമാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിലേക്ക് എനിക്ക് ചെയ്യാൻ ആഗ്രഹം വരുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് തങ്കം എന്നാണ്. അവർ കുട്ടനാട് ഭാഗത്ത് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പം എനിക്കൊന്ന് നിതിനാണ് എന്നെ കൂടുതലും സഹായിച്ചിട്ടുള്ളത്. എങ്ങനെ പറയണം, അവരുടെ ഒരു ഇൻറ്റോണേഷൻ ഡയലോഗ് പറയുമ്പോൾ എങ്ങനെ വേണം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഡബ് ചെയ്യുമ്പോഴൊക്കെയും ആണെങ്കിലും നിതിനാണ് ഏറ്റവും സഹായിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് നിതിനാ ധാരണ ഉള്ളത് എന്നെ വേറെ ഏതെങ്കിലും ഇപ്പം തിരുവനന്തപുരം ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പറ്റും. ഞാൻ അവിടെ വളർന്നതാണ്. ആലപ്പുഴ, എൻ്റെ അച്ഛൻ്റെ ഒക്കെ വീട് ആലപ്പുഴ ആണെങ്കിലും എന്തൊക്കെ അറിയാമെന്നല്ലാണ്ട് എന്നാലും എനിക്ക് അപ്പോഴും അറിയില്ല. അപ്പം നിതിനത് നല്ല വശം ഉണ്ടായിരുന്നതുകൊണ്ട് അതെന്നെ സഹായിച്ചു. അതെ, ബേസിക്കലി മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റി. അതൊരു കോമഡി എലമെന്റ് ആണ്. പിന്നെ സുരാജേട്ടൻ, സുരാജേട്ടൻ്റെ കൂടെ ആണെങ്കിൽ കൂടുതൽ കോമ്പിനേഷൻ, അങ്ങനെ അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ മലയാളത്തിൽ ഒരുപാട് ഘടകങ്ങൾ പറഞ്ഞത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു കോള് വരുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണെന്നല്ലോ. വേണ്ട രീതിയിൽ കനിയെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ മലയാള സിനിമ? അങ്ങനെ ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിവുണ്ടോ എന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ട്? എത്ര അവാർഡുകൾ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, അത് അങ്ങനെയല്ല. ഞാൻ എന്ന നിലയിൽ എല്ലാവരും അംഗീകരിച്ചതാണ്. അങ്ങനെയല്ല, അത് അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഇവിടെ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. എൻ്റെ കാഴ്ചപ്പാടിൽ നടിമാരും നടന്മാരും ഒക്കെ എനിക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ മെച്ചപ്പെടുത്തിക്കൂടെ എന്നൊക്കെ തോന്നുന്നു. മിക്ക ആളുകളും നന്നായി അഭിനയിക്കാൻ നന്നായി അറിയുന്നവർ തന്നെയാണ്. അപ്പം നമുക്ക് ഒരു ഡയറക്ടർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്, അപ്പോൾ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം ഒരാളെ വിളിക്കാൻ തോന്നാതിരിക്കുന്നതിനും അല്ലെങ്കിൽ ഒക്കെ. അങ്ങനെയും കൂടി ഞാൻ ഒരു വശം കാണുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം എന്നാലും ഓഡിഷന് വിളിച്ചുകൂടെ, അങ്ങനെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാഗം മാത്രമാണ് ശരി എന്നുള്ള രീതി ഞാൻ കാണുന്നില്ല ഇതിനെ വെച്ചിട്ട്. ഒരു യാഥാർത്ഥ്യമാണ് അതും. പക്ഷെ നമുക്ക് അധികം നടിമാരും നടന്മാരും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ചു പേരുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് പേരുണ്ട്, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ല, എന്തായാലും രഞ്ജിത്ത് പണിക്കറിന്റെ മോന് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കഴിവുകൊണ്ട് തന്നെ തോന്നിയിരിക്കും അല്ലെ? എന്ത് സംശയിക്കണം. എത്രയോ ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ട്, എത്രയോ ആളുകളുമായിട്ട് ബന്ധം, എത്രയോ സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അച്ഛൻ്റെ കൂടെയാണെങ്കിൽ അല്ലെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം ഓരോ ക്യാരക്ടറെ കുറിച്ച് അറിയാമല്ലോ. അവർക്ക് ഇത് കൊടുത്താലാണ് സൂട്ടാവുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ നമുക്ക് നല്ലതല്ലേ നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉള്ളത്. ഞാൻ നല്ല കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ അതിനോടൊപ്പം
എന്നിപ്പോ ചോദിച്ചു തുടങ്ങിയത് എന്നെ വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല, ആ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് പറ്റുന്ന കഴിവ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തോ കാണാത്ത കുറെ കഴിവ് കിടപ്പുണ്ട് എന്നുള്ള രീതിയില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ടാത്തതൊക്കെ കൂടെ എല്ലാം കൂടി കാണിക്കുന്നത് ഞാൻ ആ ഒരു രീതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബേസിക്കലി എഴുതി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യും. അവരെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ചിലപ്പോൾ അവർ ഫ്രീ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ അങ്ങനെയാണ്. പക്ഷേ ഇതിപ്പം ആദ്യം ആലോചിച്ച് എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. ഈ അഭിനയിച്ച എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. ഇവരുടെ കഴിവുകൾ ഞാൻ പരമാവധി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ കഥാപാത്രത്തിന് വേണ്ട തരത്തിൽ അവരെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇവരിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സൈഡുകളുണ്ട്. അതൊക്കെ ഒരു സിനിമ കൊണ്ടോ 1 or 2 സിനിമ കൊണ്ടോ 10 സിനിമ കൊണ്ടോ തന്നെ നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് അത് എടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവ്. അവർ തരുമെന്നുള്ള അവരും നമുക്ക് തരും. അതെ, തീർച്ചയായിട്ടും അതെ. സുരാജിന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് അല്ലേ, ഫുൾ ടൈമുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് വഴി തെറ്റിക്കുന്നുണ്ടോ അതോ വഴി നേരെയാക്കി കൊടുക്കുന്നുണ്ടോ? പ്രശാന്തിന്റെ ചിരിയിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. സുഹൃത്തുക്കൾ അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ മുമ്പിൽ മകനെ പഴപ്പിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളാണല്ലോ. പക്ഷെ അതിൽ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ. അതിൻ്റെ കൂട്ടുകാരൻ തന്നെ ആവണമെന്നില്ല വഴി തെറ്റിക്കുന്നത്. ചിലപ്പോൾ ആ മകൻ തന്നെ ആയിരിക്കും ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. പക്ഷെ പഴി മൊത്തം സുഹൃത്തിന് കിട്ടാം. ഇതിലെ സുഹൃത്തെന്ന് പറയുന്നത് ആദിമധ്യാന്തം കൂടെ നിൽക്കുന്ന, അയാളെ സഹായിക്കുന്ന, അയാളുടെ ക്രൈസിസിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സുഹൃത്താണ്. ഇപ്പോൾ നാഗേന്ദ്രനും സോമനും. നാഗേന്ദ്രൻ്റെ യാത്രയാണ് ഇതിൻ്റെ ഇതിവൃത്തം. നാഗേന്ദ്രനെ കൊണ്ട് ഈ യാത്രയ്ക്ക് പോകുന്ന ആൾ സോമനാണ്. സോമൻ തെളിക്കുന്ന വഴിയിലൂടെയാണ് നാഗേന്ദ്രൻ യാത്ര ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നാഗേന്ദ്രൻ സ്വയം സഞ്ചരിച്ച് തുടങ്ങുകയും ചെയ്യും ഈ കഥയിൽ. അപ്പം സോമൻ ഈ പറഞ്ഞ പോലെ സോമന് കുറേ ജോലികൾ ചെയ്യുന്ന, എങ്ങനെയെങ്കിലും ജീവിക്കണം, പണം ഉണ്ടാക്കണം, രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന, കുറേ ഏത് ജോലിയും ചെയ്യുന്ന ഒരാളാണ് സോമൻ പല നാടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ ആ ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് നാഗേന്ദ്രന് പോകണമെങ്കിൽ നാട് കണ്ടിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള ഒരു സോമൻ നാഗേന്ദ്രന് വേണം. അങ്ങനെയാണ് ഈ സോമനും നാഗേന്ദ്രനും കൂടെ സഞ്ചരിച്ചു തുടങ്ങുന്നത്. പിന്നെ നാഗേന്ദ്രൻ്റെ ലക്ഷ്യം സോമൻ്റേതാവുന്നു, സോമനും നാഗേന്ദ്രനും ഒരു ലക്ഷ്യമാകുന്നു എന്ന് പറയുന്ന സങ്കീർണതകളിലൂടെ കിടന്ന ഞാനല്ലോ എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് പോലും ഇങ്ങനെ മറ്റേ നമ്മള് പറയില്ലേ സൈക്കിൾ റാലി അതുപോലെ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി എന്ന് പറഞ്ഞാൽ ഇതിപ്പം റിലീസ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഹൈദർക്കായ്ക്ക് വേണമെങ്കിലും റിലീസ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ ഗംഭീരമായ ചോദ്യങ്ങൾ പോകുന്നുണ്ടോ. അത് അങ്ങനെ പോയി തീരുന്ന രസകരമായ മുഹൂർത്തങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പഴയ ശ്രീനിവാസൻ സാർ എഴുതിയിട്ടുള്ള തിരക്കഥകൾ പോലെ അങ്ങനത്തെ സിനിമകൾ, അങ്ങനത്തെ മുഹൂർത്തങ്ങൾ, രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി തീരുന്ന രസകരമായ ഒരു ഇതിവൃത്തമാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ഓക്കെ, അത് കൃത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒത്തിരി സിനിമകൾ ചെയ്തു. പോലീസ് വേഷം കുറേ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കുറേ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, കിട്ടിത്തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് നിതിനിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ അങ്ങോട്ട് എത്തുകയായിരുന്നു. ഞാൻ ഇതിൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ട് സുരാജേട്ടൻ്റെ ക്യാരക്ടറും മറ്റ് ക്യാരക്ടേഴ്സൊക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോമൻ സുരാജേട്ടനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇവരെയൊക്കെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഇതിൽ നിന്നുള്ള വ്യത്യാസം സുരാജേട്ടനുള്ള പോലെ തന്നെ എല്ലാ എപ്പിസോഡിലും അതെ ഇവർ രണ്ടുപേരുമാണ് ത്രൂ ഔട്ട് രണ്ടുപേരും ഉള്ളത്. അപ്പോൾ സുരാജേട്ടൻ്റെ കാസ്റ്റിംഗ് പോലെ തന്നെ പ്രധാനമാണ്. അപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിലൊരു അച്ഛനുണ്ടായിരുന്നു എന്നല്ലെങ്കിൽ അപ്പുറത്തേക്ക് അതിനൊരു ഫേസ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുരുഷപ്രേത ഒരു ദിവസം വൈകുന്നേരം വീട്ടിലിരിക്കുമ്പം ഇപ്പോൾ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ പ്രശാന്ത് അതുവരെ നമ്മൾ ബിജുവിലും ഒക്കെ പ്രശാന്ത് നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അതിനകത്തൊരു ത്രൂ ഔട്ട് ഒരു സാധനം പ്രശാന്ത് ചെയ്തപ്പോൾ അതും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല കൈയടക്കത്തോടെ ചെയ്തപ്പോൾ ഞാൻ അന്ന് പ്രശാന്തിന് മെസ്സേജ് അയക്കുകയും പിന്നെ പിറ്റേന്ന് മറ്റാണ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി കൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക്. പുരുഷപ്രേതം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം
ചെയ്യുന്ന പ്രൊജക്റ്റും ആദ്യം വരുന്ന കോൾ കേൾക്കുന്ന കഥയും അച്ഛൻ്റെയാണ്. അല്ലേ, അത് തീർച്ചയായിട്ടും ആ ഒരു പുരുഷപ്രേതം ഗംഭീരമായിട്ട് പ്രഷർ ഏറ്റെടുത്തു, ആളുകൾ ഏറ്റെടുത്തു, സിനിമ മേഖലയിലുള്ളവർ ഏറ്റെടുത്തു. അതിന്റെ തെളിവ് തന്നെയാണല്ലോ ഇതിനങ്ങോട്ട് വരുന്നതും. അത് വലിയ ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയാണല്ലേ? ആ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അച്ചു പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ. ത്രൂ ഔട്ടൊരു ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടൊരു കഥ പോവുക എന്നുള്ളത് കണ്ടിട്ടില്ലല്ലോ. അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായി, അത് നമ്മൾക്ക് കാണിക്കാൻ പറ്റി. അപ്പോൾ അതിനുശേഷം എന്നെ വിളിച്ച് പറയുന്ന പുരുഷപ്രേതം കണ്ടിട്ടാണ് ഞാൻ തന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് കഥയൊന്നും കേൾക്കണ്ട. കാരണം അത്യാവശ്യം ആ സിനിമ കണ്ടിട്ട് നമ്മൾ ഒരെണ്ണത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മോശപ്പെട്ട പരിപാടിയിലേക്ക് വിളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കഥ കേൾക്കണം എന്ന നിർബന്ധം പറഞ്ഞതും അച്ചു തന്നെയാണ്. നമ്മൾ കഥ പറഞ്ഞു 5 എപ്പിസോഡ് കേട്ടാലേ തനിക്ക് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടുമെന്ന് പറഞ്ഞിട്ട് മൊത്തം കഥ പറഞ്ഞപ്പം പരിപാടി കൊള്ളാം. ഈ എനിക്ക് തോന്നുന്നു ഈ ഹോട്ട്സ്റ്റാറിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കാൻ ഒരു ടൈമും അതിൻ്റെ ഒരു ലാഗിങ്ങും ഉണ്ടാകാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ. അങ്ങനെ ഒരു റൂട്ട് എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതല്ല, അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പം ആദ്യം ഒരു സിനോപ്സിസ് കൊടുക്കണം, ബാക്കി പ്രൊസീജിയറെല്ലാം അതുപോലെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അവരിങ്ങോട്ട് വിളിക്കുകയും 2-3 തവണ വിളിക്കുകയും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ വെബ് സീരീസിന് പറ്റിയൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ സംശയമില്ല. കാരണം ഞാൻ കാണുന്ന വെബ് സീരീസ് പൊതുവിൽ എല്ലാവരും ത്രില്ലറും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളൊരു പരിപാടി ഇതാണ്, ഇത് ഇങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ ഓക്കെ ആവും, അതെന്നാ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. ടൈം അങ്ങനെ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് നടക്കായിരുന്നു. ഞാൻ എനിക്ക് ഒരു 3 മന്ത്സിനകത്ത് ഞാൻ ഷൂട്ട് തുടങ്ങി. ഇതിന് ഷൂട്ടിന്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് എത്ര ദിവസങ്ങളിലേക്കാണ് പോവുക സാധാരണ? അത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അതപ്പോൾ ഒരു പടം നമുക്ക് ഇത്ര ദിവസം കൊണ്ട് തീർക്കാവുന്നോ, അല്ല ഷൂട്ടിംഗ് വൈസും ഒക്കെ സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ സിനിമയ്ക്ക് ഇവർക്ക് ആ വ്യത്യാസം മനസ്സിലാവത്തില്ല. കാരണം ഇവരെ പ്രോസസ്സിനകത്തേക്ക് നിൽക്കാം. ഞങ്ങൾ പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. നിതിൻ എന്നൊക്കെ പറഞ്ഞാൽ ഷായ് സാറിൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്യക്തമായ പ്ലാനിങ്ങും ഷോർട്ട് ഡിവിഷൻ വരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുമാണ് വരുന്നത്. ഇന്നത്തെ സിനിമയെ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരേ സീൻ തന്നെ നമ്മൾ ആക്ടേഴ്സ് 5-6 പ്രാവശ്യം പെർഫോം ചെയ്യേണ്ടി വരും. പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യും, എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് സിനിമയാക്കുന്ന പ്രോസസ്സുണ്ട്. പക്ഷേ നിതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസാണ്. നമുക്ക് ഒരു ഡയലോഗ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. കാരണം ആ ഷോട്ട് അവിടെ തീർന്നു, നെക്സ്റ്റ് ഷോട്ടിലേക്ക്. അപ്പം ഈ ഒരു സിസ്റ്റം ഇതിനെ വളരെ ഫാസ്റ്റിൽ പെട്ടെന്ന് തീർക്കാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് നിന്ന് കളിക്കുകയാണെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഈ സീരീസിലുണ്ട്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സമയം കൊണ്ടോ അതിനേക്കാളും അതിൻ്റെ ഇരട്ടി സമയം കൊണ്ടോ, അതല്ല അതിൻ്റെ പാതി സമയം കൊണ്ട് വരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ എത്ര വൃത്തിയായിട്ട് അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം എല്ലാവരും ആർട്ടിസ്റ്റുകൾ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യാം ഇല്ലേ, ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ആദ്യം ഷൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇത് അങ്ങനെ നടക്കുമോ? വെബ് സീരീസ് അങ്ങനെ എല്ലാം നടക്കും. കാരണം ടെലികാസ്റ്റ് ചെയ്യുന്നിടത്തല്ലേ ഉള്ളൂ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു കനി ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യുന്ന ക്ലൈമാക്സിലാണ്. എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഈ പറയുന്ന പോലെ നമ്മൾ പക്ഷേ ലൊക്കേഷൻസ് വെച്ചിട്ടാണ് ആക്ച്വലി പ്ലാൻ ചെയ്തത്. ആദ്യം കണ്ണൂർ, കാസർഗോഡ് പോയപ്പം ആ എപ്പിസോഡ്സിലാണ് തുടങ്ങിയത്. അപ്പം അത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യം ഒരു എപ്പിസോഡ് സബ്മിറ്റ് ചെയ്യണം, പിന്നെ അങ്ങനെയല്ലല്ലോ. അങ്ങനെയില്ല. അതാണ്, അങ്ങനെ പ്രശ്നങ്ങളില്ല അല്ലേ? ഒരു എപ്പിസോഡിന്റെ ദൈർഘ്യം അനുസരിച്ചുള്ള മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ. വേറെ ചില സീരീസിലൊക്കെ ഒരു എപ്പിസോഡ് തന്നെ 50 minutes 1 hour എന്നൊക്കെ പറഞ്ഞു വരുമ്പോ 6 എപ്പിസോഡിൽ തന്നെ 6 മണിക്കൂർ ഫുട്ടേജ് ഫൈനലി വേണമല്ലോ. ആ രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഡേറ്റ്സ് കൂടാം. ചില സീരീസുകൾ അങ്ങനെ 10 എപ്പിസോഡുള്ള 1 hour ഉള്ള ഒരു സീരീസ് നമുക്കൊരു ഒരു എപ്പിസോഡ് 30 to 35 minutes ആണ്. അപ്പം അതിന്റെ ഒരു ലെങ്തിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും. അത് എഴുതുമ്പോഴേ ഉണ്ടാവും. എഴുതുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു സ്ക്രിപ്റ്റ് ഒച്ചത്തിൽ വായിച്ചാൽ ഒരു ടൈം വെച്ചാൽ ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും അതിന്റെ ലെങ്ത്, സിനിമയുടെ ലെങ്ത്തുമായിട്ട്. വലിയ അഭ്യാസങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ ഇത് ഷൂട്ട് ചെയ്തു എന്ന് വെച്ച് ടെലികാസ്റ്റ് ചെയ്യണമെന്നില്ല. ഷൂട്ട് ചെയ്യുന്നത് അവരുടെ സ്പെസിഫിക്കേഷൻസിനും അവർ വെക്കുന്ന ബെഞ്ച് മാർക്കിനും ഒപ്പം എത്തിയില്ലെങ്കിൽ
നമ്മൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ കില്ല് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആ പോർഷൻ റീഷൂട്ട് ചെയ്യേണ്ടി വരും. ഒന്ന് സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പാടില്ല. കാരണം അപ്രൂവ് സ്ക്രിപ്റ്റ് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. അത് അല്ല, അത് പക്ഷേ ഇനി ഡയലോഗ്സ് ഒക്കെ മാറുകയാണെങ്കിൽ തന്നെ മെയിലൊക്കെ ചെയ്യണം. അങ്ങനത്തെ ഡയലോഗ്സ് ഡയലോഗൊന്നും അല്ല, അതല്ലെങ്കിലും ചെയ്യാം. എനിക്കത് പൊതുവിൽ ഇഷ്ടമുള്ളൊരു പരിപാടി. ഞാനത് കഴിവതും അനുവദിക്കാറില്ല. വളരെ അവർ പറയുന്ന അങ്ങനെ ക്ലിയർ ആണ്, അത് കറക്റ്റ് ആണെന്ന് തോന്നിയാലല്ലാതെ ഈ സ്പോട്ടിലൊരു ഡയലോഗ് അങ്ങോട്ട് പറയും ഇങ്ങോട്ട് കയറ്റി പറയും എനിക്കത് ഇഷ്ടമുള്ള പരിപാടിയല്ല. അപ്പം അതും ഉണ്ടാവില്ലേ, ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും, ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും. എങ്കിലും അവിടെ ഒന്ന് ഫില്ല് ചെയ്ത പോലെ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത ആ പരിപാടിയില്ല. അത് സിനിമയിൽ അങ്ങനെ, സിനിമയിലും ഇല്ല, ഇവിടെ ഇല്ല. നമ്മുടെ യാത്രയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട്. എനിക്ക് ബേസിക്കലി അത് എൻ്റെ ആ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ ഒരു താളം ഉണ്ടല്ലോ ഇതിനൊരു, ശരിക്കും പറഞ്ഞാൽ ഇവൻ എനിക്ക് ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് തോന്നിയ പോലെ അങ്ങ് ഇംപ്രവൈസ് ചെയ്ത് വേറെ ഡയലോഗ് പറയുന്നത്, അൺലെസ് ആ സിനിമ മൊത്തം അങ്ങനെയാണ്, മൊത്തം നമ്മൾ ആ ഒരു അപ്രോച്ചിലാണ് എടുക്കുന്നതൊക്കെ പറയുമ്പോൾ ഓക്കെ. അല്ലാതെ എനിക്ക് ശരിക്കും എഴുതി വെച്ചത് അവരുടെ ഒരു ചിന്ത, എഴുതിയ ആളാ അതിനെ തന്നെ പരമാവധി പറയാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറ്റുന്നില്ലെങ്കിലും ഞാനത് പറഞ്ഞ് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നടി എന്ന നിലയിൽ എനിക്കും അതാണ് ഇഷ്ടം. പിന്നെ ഒട്ടും പറ്റുന്നില്ല, പിന്നെ നമുക്ക് ഒട്ടും ഇത് ഇങ്ങനെയാണ്, ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചില സമയം അപ്പൊ നമ്മൾ ഡയറക്ടറോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ റൈറ്ററോട് സംസാരിക്കുന്നു, അപ്പൊ നമുക്ക് അത് കിട്ടിയാൽ തീരെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല പെർഫോം ചെയ്യുമ്പോൾ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ മാറ്റാൻ, അല്ലാതെ ആ എഴുതി വെച്ചതിന്റെ താളം തന്നെ വരണം എന്നൊക്കെയാണ് എനിക്ക്. കാരണം ഒരു സീനിന്റെ മൊത്തം ടെമ്പോ പോകാൻ ഒരൊറ്റ ഡയലോഗ് പുറത്തു, ഒരു നോട്ടം മാറിയാൽ മാറും. അപ്പൊ ഇംപ്രവൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ അത് മൊത്തം കുളമാവും. ചില സമയത്ത് നന്നാവുകയും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ, അത് എന്നെക്കാളും ജഡ്ജ്മെന്റ് ഉണ്ടാവണം. അതാണ് പറയുന്നത്, നമ്മൾക്കുള്ള ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതെ, എനിക്ക് വലിയ ജഡ്ജ്മെന്റ് ഉള്ള ആളെന്നല്ല, ആ സബ്ജക്റ്റിൽ എനിക്കുള്ള ജഡ്ജ്മെന്റിനെ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അത് നിൽക്കാൻ പറ്റുള്ളൂ. അത് കൃത്യമാണ് മറുപടി. പിന്നെ ആർട്ടിസ്റ്റിന്റെ സെൻസിബിലിറ്റീസ് വേറെയാണ്. അവർ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല കാണുക, അവർ വേറെ രീതിയിലും കൂടി ഇതിനെ വായിക്കും. അപ്പം അവർക്ക് മാത്രം തരാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്, അത് ചിലപ്പോൾ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ എപ്പോഴും ഡയറക്ടറുടെ സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ എൻ്റെ ചിന്ത പോവുക. ഇവരിതിനെ മറ്റൊരു രീതിയിൽ കൂടെ വ്യാഖ്യാനിക്കാൻ പറ്റും ഇവർക്ക്, അപ്പൊ അത് ചിലപ്പോൾ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. അതെ, അത് ചോദിക്കാനുള്ള സ്പേസ് ഉള്ളത് നല്ലതാണ്. ചില നമുക്ക് ചില ഡയറക്ടേഴ്സ് കേൾക്കും, നിതിൻ ഇല്ലടി അത് അങ്ങനെ ശരിയാത്ത അത് ഇങ്ങനെ, അപ്പൊ ശരി, അപ്പൊ ഞാനും അപ്പോഴോ അങ്ങനെ പറ്റില്ലല്ലോ. പക്ഷെ ആ സ്പേസ് ഉള്ളത് നല്ലതാണ്. ചിലപ്പോ ഈ പറഞ്ഞ അതുകൊണ്ട് അത് ബെറ്റർ ആവാം. പക്ഷെ അങ്ങനെ എല്ലാം മാറ്റി ചിലപ്പോൾ മൊത്തത്തിൽ താളം മാറുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ എഴുതി വെച്ചിട്ട് നമ്മൾ വായിക്കുന്ന ഒരു താളം ഉണ്ട്, അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്താൽ അത് മാറുന്നായിരിക്കും. അതെ അതെ. ഈ കനി എങ്ങനെയായിരുന്നു, ലൊക്കേഷൻ എങ്ങനെയാണ് ഈ കാണുന്ന പോലെയാണ്? കനിയെ കുറിച്ച് നമ്മൾ ലൊക്കേഷൻ എന്നല്ല, കനി എല്ലായിടത്തും ഈ കാണുന്ന പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. പണ്ടേ അറിയാം. കനിയെ പറ്റി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനോട് മുമ്പുള്ള ഇന്റർവ്യൂവേഴ്സിന് ഉള്ള കനിയെ പറ്റി ഒരു പിക്ചർ ഉണ്ട്, അത് തന്നെ ആയിരിക്കും പൊതുജനത്തിനുള്ള പിക്ചർ. കനി എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനും. ഈ പറയുന്ന പോലെ അങ്ങനെ വർക്ക് ചെയ്യാണ്, അവരെ വിളിക്കുക, അവർ ലേറ്റായോ അല്ലെ കനി വന്ന് നിന്നിട്ട് ഷോട്ട് റെഡി ആയില്ല, അങ്ങനെയൊക്കെ ചിലപ്പം പലർക്കും വിഷയമുണ്ട്. കനിക്ക് അങ്ങനെയൊന്നുമില്ല. കനി നമ്മുടെ കൂടെ തന്നെ, കനി ഷൂട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഞങ്ങൾ അവിടെ രാത്രിയൊക്കെയാണ് ഞങ്ങളെല്ലാം കൂടെ അവിടെ വാജി അടിച്ചിരിക്കും, 2 ഷോട്ട് കൂടി ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ചില നിലപാടുകൾ വ്യക്തമാക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് കനിയെപ്പറ്റി, കനി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ മൈത്രേയൻ, അവരുടെ ലൈഫ്, ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോൾ കനിക്കൊരു പ്രത്യേക പരിവേഷം ജനങ്ങൾ കൊടുക്കും. പക്ഷെ കനിയെ സംബന്ധിച്ച്, കനിയെ അറിയാവുന്നവർക്കറിയാം, കനിയെ സംബന്ധിച്ച് വളരെ ഓർഗാനിക്കായിട്ട് വരുന്ന നിലപാടുകളും ഓർഗാനിക്കായിട്ട് വരുന്ന വർത്തമാനങ്ങളുമാണ്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ ആലോചിച്ച് വിട്ടു പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞാൻ ഇന്ന് ഈ നിലപാട് പറയാൻ പാടില്ല, അപ്പോൾ അതിന് ഇന്ന പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് വന്നിട്ട് പറയാം. കനി എങ്ങനെയാണ്, കനിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ കനിയെ സംബന്ധിച്ച് അത്ഭുതമായിരിക്കും. ഒരു പെർസെപ്ഷൻ. ഇപ്പം ഞാൻ കനി ചെയ്തത് നന്നാവെന്ന് വിചാരിക്കുകയും എന്നാൽ കനിയെന്ന് വിളിച്ചാലോ, അപ്പൊ ഞാൻ ഇവളിതൊക്കെ ചെയ്യുമോ നമ്മളെ വിളിച്ച് ഞാൻ അവൾക്ക് എന്നെ പറ്റില്ല, എനിക്ക് അവളെ പറ്റില്ല. അപ്പൊ അവൾ ആദ്യം അടിച്ചു നോക്കുന്ന കസബ കാവലി അല്ല നമ്മൾ ചിന്തിക്കുന്നതല്ല, ഇവന് അടിപ്പടമൊക്കെ ചെയ്യുന്നത് മെയിൻ സ്ട്രീം പടങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവനെന്തായിരിക്കും എൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നൊക്കെ വിചാരിക്കോ? എനിക്ക് മെയിൻ സ്ട്രീം സിനിമയാണ് ഇഷ്ടം. എനിക്ക് ശരിക്കും ഞാനുള്ള എന്താണ് ഇൻഡിപെൻഡൻസ് സിനിമ എടുക്കുന്നിടത്തൊക്കെ അടി തന്നെ അതിനാണ്. എനിക്ക് ശരിക്കും തിയേറ്ററിൽ സിനിമ ഇറക്കണം എന്ന് ചിന്തിച്ച് എഴുതുന്ന ആൾക്കാരുടെതാണ് എനിക്ക് പേഴ്സണലി ഉള്ള ബഹുമാനം.
കാരണം അതിന് വേറൊരു പണിയുണ്ട്. ആ പണീനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. മറ്റത് റെസ്പെക്ട് ഇല്ല എന്നല്ല, പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് അല്ലാതെ എടുക്കുന്ന ഒരു നമ്മൾ എന്തോ ഒരു അടി പോലെ തോന്നും ചില സമയത്ത് സംസാരിക്കുമ്പോൾ അവരോട്. അപ്പൊ എനിക്ക് അങ്ങനെയല്ല, ഇത് രണ്ടിനേതായ പണിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ആളുകൾ കാണണം, അതിനൊരു വേറൊരു സ്ട്രക്ചർ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരു എപ്പിസോഡിനുള്ള ഒരു ആർക്ക്, ഇതൊക്കെ ഞാൻ സിനിമേനെ ചിന്തിക്കുന്ന സ്ഥലം അതാണ്. ക്രാഫ്റ്റ് എവിടെ ആയിരിക്കണം, ഒരാള് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവണം, ഇതൊക്കെ ഒരാൾ എഴുതുന്ന ആൾ ആലോചിച്ച് അതങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതില്. അതാണ് എന്നെയൊക്കെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരാളെ വരച്ച വരയിൽ ഈ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ നോക്കുന്നു, ചിലപ്പോൾ അതൊന്ന് ഫുൾ പൊളിഞ്ഞു പോയിരിക്കും. പക്ഷെ നമ്മുടെ ശ്രമമാണല്ലോ അത്. ഒരാളെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ ഇവരെ കൊണ്ട് കേട്ടിരിക്കാൻ പറ്റുമോ? ഒരു ആക്ടർ ആണെങ്കിൽ ഒരു മോണലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് പറഞ്ഞ കോൺസെൻട്രേഷൻ നിർത്തണം. ഇപ്പൊ ഉർവശി ചേച്ചിയൊക്കെ ഇപ്പോൾ ഉള്ളൊഴുക്കണ്ടപ്പോൾ അല്ലെങ്കിൽ നല്ല രസമുള്ള കുറെ സീനില് മാം ഇങ്ങനെ പെർഫോം ചെയ്ത് ഞാൻ നോക്കണം, അവര് നമ്മൾ ആരും വേറെ ഒന്നും ജീവിതത്തിൽ അപ്പൊ ആലോചിക്കാതെ അത് മാത്രം കണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ആകർഷിക്കുന്ന കാര്യങ്ങൾ. ആ രീതിയിൽ എനിക്ക് അങ്ങനെ എന്നെ വെറുതെ അല്ലെ തന്നെ ആളുകൾ പറയും ഞാൻ ചൂസ് ചെയ്തിങ്ങനെ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് വർക്ക് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി. എനിക്ക് മാത്രമല്ല, എന്റെ ചുറ്റുമുള്ള ഞങ്ങൾ പല കൂട്ടരും എപ്പോഴും പറയും നമുക്ക് അതാണ് ഇഷ്ടം, മറ്റേ സിനിമകൾ മോശമോ ഈ സിനിമ മോശമോ അങ്ങനെയല്ല, ഓരോരുത്തരുടെ ഓരോ എക്സ്പ്രഷനാണ്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ഞാനിങ്ങനെ നിതിൻ എന്താ എന്നെ വിളിച്ചേ, കാരണം എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. അപ്പൊ ഞാൻ എന്നെന്താ അങ്ങനെ ആലോചിച്ചു കേട്ടോ, അതോ തത്ത ആലോചിച്ചു എന്നെ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ ഞാൻ ഈ പെർസെപ്ഷനിലാണ് ഞാൻ വിളിക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പം ആണ് ഇപ്പൊ ഇവിടെ എങ്ങനെയാണോ അങ്ങനെയാണ് എന്ന് മനസ്സിലായത്. നമുക്ക് നേരിട്ടാണ് കുറച്ചുകൂടെ മനസ്സിലായത്. ആദ്യമൊക്കെ ഞാൻ പേടിച്ചു എനിക്കൊന്നും നേരിട്ട് ഞങ്ങൾ ലൊക്കേഷന്റെ എപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഒരു 5 മിനിറ്റ് തന്നെ ഓക്കെ. അല്ല പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റിൽ ചിലപ്പോൾ അത്രയും സ്വഭാവം ഇതാണെങ്കിലും നമുക്ക് അത്രയും കംഫർട്ട് എല്ലാവരോടും തോന്നുമ്പോൾ നമ്മൾ ഫുള്ളി റിലാക്സ് ആവും. അങ്ങനെ ഫുള്ളി റിലാക്സ്ഡ് എല്ലാ സെറ്റിലൊന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതെ അതെ അത് എനിക്ക് മാത്രമല്ല, അതെ അതെ ഉറപ്പായിട്ടും. ചില എനിക്ക് മലയാളത്തിൽ അങ്ങനെ പണ്ടെങ്ങാനും ചിലപ്പോൾ അങ്ങനെ കംഫർട്ട് അല്ലാത്ത സെറ്റ് ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊക്കെ ഇപ്പൊ മനു അശോകന്റെ സീരീസ് ചെയ്യുന്നിടത്തൊക്കെ എനിക്ക് ശരിക്കും അങ്ങോട്ട് പോവാൻ തോന്നും. നമുക്കപ്പോൾ രാവിലെ എനിക്കിപ്പം പ്രശാന്ത് നേരത്തെ പറയാം നമുക്ക് രാവിലെ എനിക്ക് പോവാം, എല്ലാവരും നമ്മൾ കുറെ തമാശ പറയും. അങ്ങനെ റൂമിലിരിക്കുന്ന ഇത്ര മടുപ്പുള്ളൊരു കാര്യമില്ല നമ്മുടെ ഇതുപോലത്തെ ലൊക്കേഷനുകളിൽ. നമുക്ക് ഉച്ചവരെ വർക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറിറ്റേഷനാണ്. 9 മണിയാകുമ്പോൾ എന്നെ കൊണ്ടുപോകും, ഞാൻ ലൊക്കേഷനിൽ വന്നിരുന്നോളാം എന്ന് പറയാം. സഞ്ജയനോട് ചോദിച്ചു നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സുരാജേട്ടൻ അതുപോലെ ഭയങ്കര പെർഫോമർ ആണല്ലോ. അപ്പൊ ആള് ഈ അഭിനയം കഴിഞ്ഞിട്ടും മൈക്കെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടനാടും ആലപ്പുഴയൊക്കെ കനിയുടെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ പലയിടത്തും ഈ ക്യാരവാനൊക്കെ ഊരെ കൊണ്ടുപോകും. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ത്രൂ അപ്പൊ അവിടെ ഉണ്ടാകുന്ന വേറൊരു രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു വിജയവും വലുതാണ് ഇതിനെ, അതിനൊന്നും മാറ്റമൊന്നുമില്ല. കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് എത്രയോ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷവും എത്ര വൈകിയാലും പ്രശ്നമില്ല. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ അല്ലെങ്കിൽ സീരീസ് ഇതായിരിക്കും. കഴിഞ്ഞ 2 സിനിമകളെക്കാളും അത് എൻജോയ് ചെയ്തില്ലെന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നുന്നു. സിനിമയ്ക്ക് പിന്നെ വേറെ കുറെ ടെൻഷൻസ് ഉണ്ട്. ഇതൊരു സിനിമ എന്ന് പറയുമ്പം അത് റിലീസ് ചെയ്യണം, ഇതിന്റെ ഓഡിയൻസിന്റെ റിയാക്ഷൻ എന്ത് വരും, ഇത് കളക്ഷൻ വരുമോ, നമ്മൾ പറയുന്ന ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റുമോ, ഇത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്ററുകൾ, പ്രൊമോഷൻ, കുറേ ടെൻഷൻസ് ഉണ്ട്. ഇതിൽ അത്ര ടെൻഷൻസ് ഇല്ല. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമിൽ ആ പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രൊമോഷൻസ് കാര്യങ്ങൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മറ്റേ ടെൻഷൻ ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ള ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട്, അതുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്യാന്നുള്ളതുണ്ട്. വർക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് നടക്കുമ്പോൾ പോലും ഇതുപോലെ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ മതി, അവർ റെഡി ആയിട്ടേക്കാണ്. ഇങ്ങനെ സന്തോഷങ്ങൾ തരുന്ന മുഹൂർത്തങ്ങൾ തരാം. ഞങ്ങൾ വിളിച്ചോളൂ, പുതിയൊരു പരസ്യമായി ഇതിന് സന്തോഷം നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചോളൂ, ആ ടാഗിൽ വെച്ചിട്ട് പരസ്യം ആയിക്കോട്ടെ. ഈ ഇപ്പൊ നേരത്തെ പ്രശാന്ത് പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട്, ഈ നമ്മളെല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് കനിയെ സംബന്ധിച്ചും. എല്ലാം തുറന്നു പറയുന്ന നമ്മൾ തുറന്ന് പറയും, നമുക്ക് എന്താണ് പറയണത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്ന വ്യക്തി തന്നെയാണ്. എനിക്കറിയാം, ഞാൻ റിപ്പോർട്ട് ടി വിയിലുള്ളപ്പോഴാണ് ഞാൻ വിളിക്കുന്ന അവാർഡ് കിട്ടിയപ്പോൾ
ബിരിയാണിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു തുറന്ന് പറഞ്ഞു. അപ്പോ എല്ലാം തുറന്ന് പറഞ്ഞോ ഞാനപ്പോ ഒരു ചാനലുകാർക്ക് ഞാൻ എന്നെ കൊടുത്തിരുന്നു. അത് റിപ്പോർട്ടറല്ലെന്ന് തോന്നുന്നു. നമ്മള് മീറ്റ് ദ എഡിറ്റേഴ്സിന് വന്ന ഞാൻ സാർ ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തും പറയാൻ എന്ന് ഒരു വിചാരമല്ല. നമ്മളോട് എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത് ആ രീതിക്കുള്ള മറുപടി കൊടുക്കുന്ന കനീനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഒരാൾ പറഞ്ഞതിൽ ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും വെച്ചാൽ കനി എന്ത് പറയും? ഫീൽ ചെയ്തിരിക്കുന്നത് കനി ചിലപ്പോ ഒരു വിഷമം തോന്നിയ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റിലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു കാരണം ഫീൽ എന്ന് പറയുമ്പോൾ ഹേർട്ട് ചെയ്ത് ഞാൻ ഒന്നത് അതൊക്കെ അപ്പഴേ കളയും. സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി അത് ഓർത്തെടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതാരായാലും എനിക്ക് അങ്ങനെ ഞാൻ ഹേർട്ട് മനസ്സിൽ വെക്കാറില്ല. ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നത് അടുപ്പമുള്ളവർ പറഞ്ഞാൽ എനിക്ക് ഹേർട്ട് ഇപ്പോ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ നമുക്ക് ആ പരിചയമില്ലാത്തവർ പറഞ്ഞാലും സങ്കടം വരുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവരും അങ്ങനെ മാറുമായിരിക്കും. എനിക്കങ്ങനെ അടുപ്പമില്ലാത്ത നമ്മൾ അറിയാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹേർട്ടൊന്നും വരത്തില്ല. എനിക്ക് ഹേർട്ട് വരുന്നത് ഞാൻ ആരെങ്കിലും വിഷമിക്കുകയാണ് എനിക്ക് ശരിക്കും ഹേർട്ട് വരുന്നത്. ഇപ്പം തന്നെ ഇന്ന് ഞാൻ ഒരാളുടെ അടുത്ത് ഇപ്പം ആരെന്താ പറഞ്ഞില്ല, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് സങ്കടം വന്നു. ഞാൻ വെച്ച് ദൈവമേ ഞാൻ എന്തിനാണ് ഇപ്പം അവരെ പറഞ്ഞത്. അതെനിക്ക് ഹേർട്ടാവാറുണ്ട്. എനിക്ക് ശരിക്കും ഹേർട്ടാവുന്നത് ഞാൻ വേറെ ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോഴാണ് ശരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് വളരെ അടുപ്പമുള്ളവരും അവർ നമ്മളോട് എന്തെങ്കിലും പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ. അപ്പം നമുക്ക് ഹേർട്ടാവുമ്പോൾ നമുക്ക് രണ്ട് വിഷമാണ് ഉണ്ടാവുന്നത്. നമുക്ക് വിഷമാവുന്നതും പക്ഷെ അവരെ കൊണ്ട് നമ്മളിത് പറയിപ്പിച്ചു എന്നുള്ള വിഷമം. ഇതൊക്കെ അടുപ്പമുള്ളവരുടെ ഇടയിലാണ് എനിക്കുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയുകയും അത് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്തിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എന്നുള്ളത്. ഹേർട്ടൊന്നും അല്ല. നമ്മൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ ആണെങ്കിൽ ഇനി എവിടെ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞൊന്നും അല്ലാത്ത ആളുകൾ പറയുന്നു ഇതെന്ത് ഇങ്ങനെ അങ്ങനെ തോന്നാറുണ്ട്. എന്ത് എന്നീ ലോകം. പിന്നെ എനിക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു ആളുകൾക്ക്. എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ തലക്കെട്ടായിട്ട് തന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ ആണോ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ അതിന്റെ താഴാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ അത് കണ്ട് അന്താളിക്കുക എന്നാണ് എനിക്ക് പറയേണ്ടത് തോന്നുന്നു. ഹേർട്ടല്ല ഞാനിങ്ങനെ എന്നാവാറുണ്ട്. ഇല്ല എനിക്കങ്ങനെ ഒരു ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ടും അങ്ങനെ ഇല്ല. എനിക്കങ്ങനെ ഒരാൾക്ക് ഇപ്പൊ ഒരു ആൾക്കാർ പറഞ്ഞു ഓർത്തിട്ട് എന്തായാലും ഞാൻ ഇപ്പൊ എന്തായാലും അങ്ങനെയല്ല. അതൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഒരു ഹേർട്ട് ഇല്ല. അടുപ്പമുള്ളവർ പറഞ്ഞാലേ എനിക്ക് സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഇന്ന് രാവിലത്തെ സ്വഭാവമല്ലോ വേറൊരു സ്വഭാവം തന്നെ. ശരിക്കും വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്വഭാവമാണ്. വെയിൽ വന്നാൽ എന്റെ ഒരു സഹിഷ്ണുത എനിക്ക് അപ്പൊ ഉണ്ടാവില്ല. അപ്പൊ എന്റെ സ്വഭാവം മാറും. മയിലിനെ പോലെ മഴക്കാർ കണ്ട അപ്പൊ പീലി വിടർത്തിയാണ്. സന്തോഷമാണ്. സത്യമാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ. അല്ല എനിക്കങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വഭാവമൊക്കെ മാറും. നമ്മൾ മാറ്റണ്ടേ. മോശം സ്വഭാവം കളയണം. നല്ലത് മാറ്റമുണ്ട് ഉണ്ടാ തോന്നുന്നു. ആൾക്കാരൊക്കെ പറയുന്നു മോശവും ഉണ്ട്. ചില നല്ല പോലെ ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ പലതും എനിക്കിപ്പോ ഇല്ല. എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. ഇപ്പൊ പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ദേഷ്യം വരുമ്പോ എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോ എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടുന്ന പോലെ എനിക്ക് ഉണ്ടാവാറുണ്ട്. വരുമ്പോൾ അതിന്റെ ഒരു നമുക്കൊരു പരിമിതിയും വെക്കണമല്ലോ അതിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇല്ല എനിക്ക് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് വരുന്നു. അപ്പൊ അതൊരു കുറച്ച് നാളായിട്ട് ഉണ്ടല്ലോ ഇത് മോശം ഒരു സാധനം ഞാൻ അക്വയർ ചെയ്ത് എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മോശം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് ടോളറൻസ് ലെവലിൽ കൂടി അത് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലതും മോശമായിട്ടുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ട്. ചെയ്ത സിനിമകൾ പിന്നീട് അത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെയല്ല ആദ്യമേ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൈസ മേടിച്ചു കഴിഞ്ഞാൽ തീരെ തോന്നാറില്ല. അല്ല എന്തിനാ ആദ്യം വരുമ്പോഴേ അത് കുഴിയാണ്. പക്ഷെ വേറെ ഓക്കെ കുഴിയിലേക്ക് ചാടാം. അത് സിനിമ മാത്രമല്ല നാടകമൊക്കെ തോന്നിയിട്ടുണ്ട്. പഠിക്കാൻ പോകുമ്പോൾ തോന്നിയിട്ടുണ്ട് ഈ കോഴ്സിന് ഞാൻ എന്ത് ചേർന്നു ഇതൊരു കുഴിയാണല്ലോ. ഇവര് എനിക്ക് പറ്റിയ കോഴ്സല്ല ചാടിയേക്കാം. അങ്ങനെ ഞാൻ പല കാര്യവും ചെയ്യാറുണ്ട്. അങ്ങനെ ചാടുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ ഇതാണ് ഈ കുഴി. സാഹചര്യങ്ങളില്ലേ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെയല്ല ഇപ്പൊ നടീന്നുള്ളതിൽ ഞാൻ ചിലത് എനിക്ക് ചെയ്യേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ നിതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം പ്രശാന്ത് ഏട്ടൻ അഭിനയിക്കുന്ന പ്രശാന്തനും സുരാജ് ഏട്ടനും ചെയ്യുന്ന ഒരു സീൻ ഞാൻ ശരിക്കും അതിലില്ല. അന്ന് ഞാൻ കുറച്ചു നിന്നു. അപ്പൊ ഞാൻ പ്രശാന്ത് ഏട്ടൻ അത് അങ്ങനെ ചെയ്യും. നമ്മൾ കാണുമ്പോൾ ആക്ടേഴ്സിനെ കാണുമ്പോൾ പഠിക്കും.
അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടേക്ക് ശരിയാവാത്തപ്പോൾ അവരെന്ത് ചെയ്താണ് അത് പഠിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്കത് അടുത്ത സിനിമയിൽ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. പക്ഷെ അതൊരു അറിവാണ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ പോലെ ഉള്ളൊരു അറിവാണ്. അത് എനിക്ക് ഉപയോഗപ്രദമാവണമെന്നും വേറെ ഇൻ ദ സെൻസ് ഉപയോഗപ്രദമാണ്, ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉപയോഗപ്രദമാണ്. എനിക്കൊരു നടികളിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചില സമയത്ത് നമ്മൾ ഓക്കെ ഇതൊക്കെ അത്ര ഓക്കെ അല്ലെങ്കിലും ഈ ഡയറക്ടർ സംസാരിക്കുമ്പോൾ വേറെ കുറെ കാര്യം ഞാൻ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കഥ എനിക്ക് അത്ര ഓക്കെ അല്ല, ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ അത്രയും രസമായിട്ട് വരുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിയാലും ഞാൻ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു കാരണമല്ലല്ലോ നമുക്ക് എല്ലാം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി വീഴുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് വീഴ്ച നമുക്ക് വേണ്ടത് എടുക്കണ്ടല്ലോ. അപ്പോ നമുക്കറിയാം ഇതിലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലത്തല്ല, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ചിലപ്പോൾ ആ വീടിന് ചെറിയ ചോർച്ചയുണ്ട്, പക്ഷെ നമ്മളത് പരിഹരിക്കാനും അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പോയി നിൽക്കേണ്ട, അത് മറിഞ്ഞു വീഴണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് താമസം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ നമ്മൾ ആ വേണ്ടാത്തത് എടുക്കാതിരുന്നാ പോരെ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞ വെയിലാണോ മഴയാണോ എന്നറിയില്ല. അല്ല എനിക്ക് പറഞ്ഞാട്ടെ കേട്ടോ, മഴക്കാലം വന്നോ പീലി എന്റെ പീലി എടുക്കാറായോ? അല്ല ഞാൻ ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഞാൻ നേരെ റൂട്ടിലേക്ക് പോകാതെയും ചോദിച്ചത്. എനിക്ക് കുറച്ച് ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഞാൻ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കുണ്ടായ വിവാദങ്ങളും എനിക്ക് അതിലേക്കൊന്നും അതിലേക്ക് പോകാനും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ സിനിമയുടെ അതിൽ കുറച്ച് കരിയെ കിട്ടിയപ്പോൾ നമ്മളൊന്ന് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു സൂപ്പർ സംഭവമായി മാറണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ അടുത്ത് നിന്ന് വലിയ ആക്ഷൻ സിനിമകൾ കണ്ട് വളർന്ന ഞങ്ങളൊക്കെ അച്ഛന്റെ ഡയലോഗുകൾ രണ്ട് സിനിമ കണ്ട് മനസ്സിലായി. ലേലം 2 ഉണ്ടാകില്ല. ഉറപ്പിച്ചോ? ഇന്നലെ ഒരു ഉറപ്പില്ലാതായിരുന്നു. ഇല്ല, ഞങ്ങൾ വേറൊരു പ്രോജക്ടിന്റെ പ്ലാനിങ്ങിലാണ്. ലേലം 2 ഇനിയിപ്പം ഇപ്പൊ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. ഇല്ല എന്ന് തീർത്ത് പറയാം. അല്ലേ, എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചത്? വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ല നമ്മളിപ്പം ഇപ്പോഴും നോക്കിയാലും ലേലം 2 കിടക്കുന്നുണ്ട്, ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ലിസ്റ്റ് ഞാനല്ലല്ലോ ലിസ്റ്റിൽ കിടക്കുന്നു. അപ്പൊ അതില്ല. ഇനി ഒരു പ്രൊജക്ട്, വലിയ പ്രോജക്റ്റ് എന്നുള്ള സാധനം ഒരിക്കലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു പ്രോജക്റ്റ് വലുതോ ചെറുതോ ഒക്കെ ആവുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പോലും ഇല്ല കേട്ടോ. അത് വയബിൾ ആയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കണം മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉടനെ ഉണ്ടാവും. ഞാൻ എഴുത്തു പരിപാടികളിലേക്ക് ഇരിക്കുന്നു. സന്തോഷം ഓർമ്മപ്പെടുത്തിയതാ. സന്തോഷം എന്നും കൊടുക്കും കേട്ടോ. ഇതിലെനിക്ക് സന്തോഷം വേണ്ടാത്ത രീതിയിൽ എനിക്ക് നമുക്ക് നിതിന്റെ വൈഫിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ പറയാം. വേറെ വഴിക്ക് ഇതിന്റെ മ്യൂസിക് ഇരിക്കുന്ന രഞ്ജൻ രാജാണ്, ക്യാമറ നിഖിലസ് പ്രവീൺ, പിന്നെ ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം, കോസ്റ്റ്യൂംസ് നിസാർ, എഡിറ്റർ മൻസൂർ മുത്തൂട്ടി, മേക്കപ്പ് റോണിക്സ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സഞ്ജയ് പടിയൂരാണ്, ലൈൻ പ്രൊഡ്യൂസറായിട്ട് എൻ്റെ ബ്രദർ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ കഴിഞ്ഞ മുമ്പിലത്തെ പടത്തിലും ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും. ഇവരെല്ലാവരും ഒന്നിച്ചേ കാണാൻ പറ്റും. ഈ മുൻനിരയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. എല്ലാവരും. സുരാജിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, പ്രശാന്തിനെ എനിക്കറിയാം. പക്ഷേ ശ്വേത ചേച്ചി ആണെങ്കിലും ഗ്രേസിനെ ആണെങ്കിലും ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, അന്ന് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, അവള് വേറെ ഡിവിഷനിലായിരുന്നു. വെറുതെ ഉള്ള എല്ലാ ഇന്റർവ്യൂലും ഒരു കള്ളം വെച്ച് പറയണമെന്ന് വെച്ചിട്ട് ഓരോന്നിലും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. സ്കൂളിലേ പഠിച്ചിട്ടില്ല. ഇവിടെ അവിടെയും തിരുവനന്തപുരത്താണെന്ന്. ട്രിവാൻഡ്രത്ത്. പക്ഷെ പഠിക്കുന്ന കാലത്ത് അവിടെ എല്ലാന്നുള്ളൂ. ഇല്ല, അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഒരു വർഷം ട്രിവാൻഡ്രത്തുണ്ട്. മുൻനിരയിലുള്ള എല്ലാവരെയും നേരിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ശ്വേത ചേച്ചി ഞാൻ അതിനുമ്പ് എനിക്ക് പരിചയമില്ല. ഞാൻ പുള്ളിക്കാരി ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. കനിയെ അതെ, ഗ്രേസിനെ അതെ, ആൽഫിയെ അതെ, നിരഞ്ജനെ നേരത്തെ അറിയാം, അമ്മൂനെ അതെ, പ്രശാന്തിനെ നേരത്തെ അറിയാം, സുരാജേട്ടനെ പക്ഷെ ഞാൻ
എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റുമായിട്ട് ആദ്യം കാണാൻ പോകുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഷാജോൻ ചേട്ടനെ അതെ ലൊക്കേഷനിൽ വരുമ്പോഴാണ് നമ്മളും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കഥ പറയുമ്പോഴാണ്. അതെ അതെ ജസ്റ്റ് അറിയാം എന്നുള്ളേ ഉള്ളൂ. അതെ ഷാജോൻ, രമേശ് പിഷാരടി ചേട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ എനിക്ക് ആദ്യകാലം തൊട്ട് ഞാൻ സിനിമയിൽ ആദ്യ സിനിമ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ജനാർദ്ദനെല്ലാം പരിചയമുണ്ട്. അപ്പോൾ ജനാർദ്ദനിൽ എനിക്ക് നല്ല സിക്കുണ്ട്. ബാക്കി ഇവരുമായിട്ടൊക്കെ ഓൺ ദ ഡേ ഓഫ് ഷൂട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതൊന്നും അവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, അതിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളൂ. തുടങ്ങിയ സന്തോഷമാണ്. അടുത്ത സിനിമയിലേക്ക് സന്തോഷം ഇടയ്ക്ക് തരുമെന്ന് വെച്ചാൽ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ, സൗഹൃദമല്ല ഒരു സിനിമയാണ് വലുതെന്ന് കാണുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയിൽ പല ആൾക്കാരെ വെക്കുകയല്ല നമ്മൾ സിനിമയ്ക്ക്. അതാണ് എനിക്ക് ഇതിൽ കണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ഒരു, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടവരെ ഈ പ്രോഡക്റ്റിന് എന്താണോ വേണ്ടത് അതിന് ആവശ്യമുള്ളവരെ ചൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾക്കൊപ്പം ഉള്ളവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും. അതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി പ്രോജക്റ്റ് നന്നാവുന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആദ്യ പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്ത ആരും എൻ്റെ രണ്ടാമത്തെ പടത്തിലില്ല, രണ്ടാമത്തെ പടത്തിൽ കാസ്റ്റ് ചെയ്ത ആരും ഈ പടത്തിലില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനൊരു മാറ്റം ഉണ്ടാകണം. സന്തോഷം കരിയത് വിട്ട് സന്തോഷപ്പെടുന്നതിനെ വിട്ടു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുക. പക്ഷെ ഇതിന്റെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പ് ചെയ്തു എൻ്റെ ഒരു സീസൺ 2 ഉണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. അങ്ങനെ ആകുമ്പോൾ എല്ലാവരുമായിട്ട് എന്തായാലും ഞങ്ങൾ എവിടെ നിർത്തി അവിടെ നിന്ന് തുടങ്ങാൻ ഉള്ളൊരു അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഇതിന്റെ 2 ഉണ്ടാകട്ടെ, സീസൺ 2 ഉണ്ടാകട്ടെ. അപ്പൊ എന്തായാലും സന്തോഷിപ്പിക്കാൻ തന്നെ നിങ്ങളുണ്ടാവും. ആ സന്തോഷം വലുതായി ആ സന്തോഷത്തിലേക്ക് പോകാം. അല്ല, ഈ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല. മടക്കി വെക്കുമെന്നാണ് പറയേണ്ടത്. ഉള്ളൊന്നും മാറാറില്ല, പക്ഷെ നമ്മുടെ ചില പെരുമാറ്റങ്ങളൊക്കെ മാറ്റാറില്ലേ, മാറും. അത് എല്ലാവർക്കും ഉള്ളതല്ലേ? അതെ അതെ, അതുപോലെ എനിക്കും ഉണ്ട്. എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ, അല്ലാതെ കനിക്ക് മാത്രമല്ല. എന്നോടാ നേരത്തെ ചോദിച്ചു പറയുന്നു, എല്ലാവർക്കും ഉള്ളവരാണെങ്കിൽ എന്നോട് ചോദിക്കണ്ടല്ലോ. എങ്കിലും കനി തിരിച്ചോ വിശക്കുന്നുണ്ട്. ഓർമ്മശക്തിയാണ് കേട്ടോ. ഓർമ്മശക്തി ഉണ്ടല്ലേ? വിശപ്പ് വന്നിട്ട് നിൽക്കുകയാണ്. അതെ അതെ, ഇനി വിശപ്പ് കൂടുന്നവരും സ്വഭാവം മാറുന്നതാണ്. എന്നത്തെ റിലീസാ കാര്യങ്ങളൊന്നും പ്രഷർ റൂമിലേക്ക് ഉടനെ ഉണ്ടാവും. മിഡ് ജൂലൈയിലേക്കായിരിക്കും എൻ്റെ റിലീസ്. ഹോട്ട്സ്റ്റാർ പ്ലസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. അവരുടെ അടുത്ത സീരീസ് റിലീസ് ആയിരിക്കും. മിഡ് ജൂലൈയിലാണ് ഇപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സൗകര്യം പോലെ വീട്ടിലിരുന്ന് വീട്ടിലെ സൗകര്യത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾക്കൊരു മെജോറിറ്റിക്ക് എൻ്റർടൈൻഡ് ആവും എന്ന പ്രതീക്ഷയിലാണ് സിനിമ ചെയ്യുന്ന പോലെ ഇതും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാസ്റ്റ് ഉണ്ട്, അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത കഥയും തിരക്കഥയൊക്കെ ഉണ്ട്. അത്യാവശ്യം മോശപ്പെട്ട രീതിയിലല്ലാതെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പം കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും സത്യസന്ധമായ അഭിപ്രായങ്ങൾ അറിയിക്കുക. സൂപ്പർ ഹിറ്റ് ആർട്ടിനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാവരും കാണട്ടെ, ആദ്യം ആൾക്കാർ കാണട്ടെ, കാണുന്നതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാകട്ടെ. തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. സന്തോഷം. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.